ആ ആക്സിഡന്റ് പറ്റിയ കൂട്ടുകാരൻ എങ്ങനെയുണ്ട്? ഇപ്പോ കുഴപ്പമില്ല. പക്ഷേ രാത്രിയിൽ കാലിന് നല്ല വേദനയുണ്ട്. എല്ലിനും ചെറിയ പൊട്ടലുണ്ടോന്ന് സംശയമുണ്ട്. അപ്പോ വീണ്ടും ഡോക്ടറെ കാണിക്കണ്ടേ? ഹോസ്പിറ്റലിൽ പോണം. ഒറ്റയ്ക്ക് എങ്ങനെ പോവും? അല്ല, കൂടെ ആരുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. പുള്ളിയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാൾ നോക്കിക്കോളും. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? നേരത്തെ ബന്ധമൊന്നുമില്ല. ഇപ്പൊ അടുത്ത സമയത്ത് കണ്ടുള്ള പരിചയം. എന്റെ വീടിന്റെ അപ്സ്റ്റെയറിലാ വാടകയ്ക്ക് താമസിക്കുന്നത്. ഞാൻ അപ്പുറത്തേക്ക് പോയിക്കോട്ടെ മാഡം. ശരി. ഞാൻ മഹേഷിനെ കാത്തിരിക്കുകയായിരുന്നു. സമയം സൗകര്യം നോക്കിയല്ലേ മാഡം ഇങ്ങോട്ട് വരാൻ പറ്റൂ. എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ കിട്ടിയോ? കിട്ടി. ആ ഡോറങ്ങ് ചാരിയേക്ക്. ചിലരുടെ കണ്ണും കാതും ഇങ്ങോട്ടായിരിക്കും. ശരി, അടയ്ക്കാം മാഡം. പറ, എന്താ അവന്റെ ബാക്ക്ഗ്രൗണ്ട്? ഈ നാട്ടുകാരനല്ല കക്ഷി. അതുകൊണ്ടാണല്ലോ ഇവിടെ റെന്റിന് താമസിക്കുന്നത്. മണക്കാടാണ് വീട്. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഒക്കെ മണക്കാടുണ്ട് മഹേഷേ. തിരുവനന്തപുരത്തെ മണക്കാട് വഴി ആറ്റുകാൽ പോയിട്ടുണ്ട് ഞാൻ. പത്തനംതിട്ടയിലുണ്ട് ഒരു മണക്കാട്ടമ്പലം. ഇത് ഇടുക്കി ജില്ലയിലെ മണക്കാടാണ് മാഡം. കൃത്യമായി പറഞ്ഞാൽ തൊടുപുഴയ്ക്കടുത്ത്. KCB-ലാണ് ജോലി. അഡ്രസ്സൊക്കെ ഞാൻ തപ്പിയെടുത്തിട്ടുണ്ട്. ഗുഡ്. ഇനിയും മഹേഷിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് സഹായങ്ങൾ വേണ്ടി വരും. ശരി മാഡം, പറഞ്ഞാ മതി. ശരിക്കും എന്റെ മോട്ടീവ് എന്താണെന്ന് പിന്നെ ഞാൻ വിശദമായിട്ട് പറയാം. നമുക്കെല്ലാവർക്കും നേട്ടം ഉണ്ടാവുന്ന കാര്യമായിരിക്കും. ശരി, പോയിക്കോളൂ. ശരി മാഡം. താടി വളർത്തിയിട്ടുണ്ടോ? ഉണ്ട്. ആളിന്റെ നിറോ? വെളുത്തിട്ടാ. സാമാന്യം നല്ല ഉയരമുണ്ട്. എങ്കി സംശയിക്കണ്ട, അതാ ഹരിപ്രസാദ് തന്നെയാ. എനിക്കറിയായിരുന്നു കാർത്തികേ, എന്നാണെങ്കിലും അവൻ മണം പിടിച്ചിങ്ങെത്തുന്നു. കാർത്തിക എപ്പോഴല്ലേ കണ്ടത്? നേരത്തെ തന്നെ അവൻ ഇവിടെ വന്ന് ടെന്റ് അടിച്ചതാണോന്ന് ആർക്കറിയാം? രണ്ടുപേരും ഓർക്കപ്പുറത്ത് കണ്ടുമുട്ടിയതുപോലെ എനിക്ക് തോന്നിയത്. വിശ്വസിക്കാൻ പറ്റില്ലെന്നേ. ഉദയേട്ടൻ ഓഫീസിൽ വരാറില്ലെന്നുള്ള വിവരങ്ങളൊക്കെ നന്ദന ഹരിപ്രസാദിനെ അറിയിച്ചു കാണും. അവരുടെ ദൂതനായിരിക്കും പുതിയ മാനേജർ. ഏതോ കമ്പനിയുടെ ക്ലയന്റ് ആണെന്നും പറഞ്ഞ് ഈ കക്ഷി ഒരിക്കൽ ഓഫീസിൽ വന്നിരുന്നു. കമ്പനിയുടെ ക്ലയന്റ് അല്ല, നന്ദനയുടെ ക്ലയന്റ് ആണെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? അതുമായി ചേർത്ത് വെച്ച് നോക്കുമ്പോ എനിക്ക് മറ്റൊരു കാര്യം തോന്നുന്നു. ഞാൻ ഓഫീസിൽ പോയി തുടങ്ങിയത് നന്ദനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴല്ലേ അതിന്റെ ശരിക്കുള്ള കാരണം മനസ്സിലായത്. ശരിയാന്നേ, കാർത്തിക ഓഫീസിലുണ്ടെങ്കിൽ നന്ദനയ്ക്ക് തന്നിഷ്ടത്തിൽ വിലസാൻ സാധിക്കില്ലല്ലോ. ഇതുപോലുള്ള കക്ഷികളെ ക്ഷണിച്ചു വരുത്താനും പറ്റില്ല. ശരിക്കും നന്ദനയുടെ തനി സ്വഭാവം എങ്ങനെയാ പ്രതിഭ? മഹാ കുഴപ്പമാന്നേ. അതങ്ങനെയല്ലേ വരൂ. 10 ഗുണം 10 ഗുണം. വിദ്യേട്ടത്തി ഇപ്പോഴല്ലേ ഒന്ന് ഒതുങ്ങിയത്. തോട്ടിയും വടിയുമായി പ്രതാപേട്ടൻ കൂടെ ഉണ്ടായിട്ടാ. ചെറുപ്രായത്തിൽ കുറെ പൊടിച്ചതാണേ പുള്ളിക്കാരി. അല്ലെങ്കിൽ പിന്നെ കാരിസ്ഥന്റെ മോന്റെ തോളി തൂങ്ങി പോവൂ. കാമുകന്റെ കൂടെ ഒളിച്ചോടാനുള്ള ടെൻഡൻസി അമ്മ വഴിയാ മോക്ക് കിട്ടിയത്. അതിശോക്തി ഇല്ലാതെ പറയാം, വിദ്യേട്ടത്തിക്ക് അവിഹിതത്തിലുണ്ടായതാ ഈ നന്ദന. വിദ്യേച്ചി ആ പാർട്ടിയെ കല്യാണം കഴിച്ചതല്ലേ എന്നൊക്കെ പറയുന്നു. ആര് കണ്ടു? കാട്ടുവള്ളി വളച്ച് മാലയാക്കി കഴുത്തിലിട്ടാലും മംഗല്യം കഴിഞ്ഞു പറയാലോ. ഇനി അതല്ല, താലി കെട്ടിന്ന് തന്നെ ഇരിക്കട്ടെ. ഇതൊക്കെ ഒരു കല്യാണമായിട്ട് ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ എന്റെ കാർത്തികേ? ഒരു കൊച്ചുണ്ടായത് മെച്ചം. ഉദയന്നൂര് ആണുങ്ങള് അതിനെ ഒഴിവാക്കി വിദ്യയെടുത്ത് തിരിച്ചെടുക്കുകയും ചെയ്തു. നന്ദനെ ആ മനുഷ്യൻ കൊണ്ട് വളർത്തി. ശിവരാമെന്നോ മറ്റോ അങ്ങേറെ പേര്. പിന്നെങ്ങനെ നന്ദന വീണ്ടും ഉദയന്നൂരെത്തി? തന്തപ്പടി മരിച്ചപ്പോ അമ്മയും സേതുലക്ഷ്മിയും കൂടെ ചേർന്ന് വിളിച്ചോണ്ട് വന്നതാ. അന്നേ ഞാൻ രഘുവേട്ടനോട് പറഞ്ഞതാ ആ സാധനം നമുക്ക് പാരയായി മാറുമെന്ന്. ഇപ്പതേ കാർത്തികയ്ക്കും പാരയായി. പിന്നെ അടുത്ത പാര ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ.
അതെന്താ? അതൊക്കെ ഉണ്ട്. ചെറിയൊരു ചരിത്രം പറയാം. നന്ദന ഉദയനൊരു കാലെടുത്ത് വെച്ചിട്ട് ആദ്യം ചെയ്തെന്താണെന്നറിയോ? സേതുലക്ഷ്മി കുഞ്ഞമ്മയുടെ ഓമിനിയായി, മുത്തശ്ശിയുടെ വാത്സല്യ പുത്രിയുമായി. നന്ദന 1 തുമ്മിയ സേതുനാഥൻ 2 തുമ്മും, അമ്മ 3 തുമ്മും നായി കാര്യങ്ങള്. എന്നിട്ട് ഒടുവിൽ എന്തായി? സേതുലക്ഷ്മിയുടെയും അമ്മയുടെയും സ്വത്തിന്റെ അവകാശിയായി നന്ദന. മുഴുവൻ സ്വത്തിന്റെയോ? വിൽപത്രം എഴുതി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓർക്കുമ്പോ എനിക്ക് എന്റെ സർവാംഗം അങ്ങ് ചൊറിഞ്ഞു വരുവാ. ഇത് ഉദയനൂരെ കഥ. ഇനി കുന്നത്തൂരെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉദയേട്ടന്റെ വേളിയായി വന്നപ്പോ ഒറ്റ ദിവസം കൊണ്ട് വസുന്ധരാമയുടെ മനസ്സ് കട്ടെടുത്തില്ലേ? കട്ടെടുത്തോ ഇല്ലയോ? കാർത്തിക പറ. അമ്മയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയാ നന്ദന. അതാ ഒക്കെ അവളുടെ നമ്പർ 1 അടവാ. ഇനി അവിടുത്തെ സ്വത്ത് നന്ദനയുടെ പേര് വന്ന് ചേരും. കാർത്തിക നോക്കിക്കോ. അത് ഞാൻ സമ്മതിക്കില്ല. ചത്താലും വിട്ടുകൊടുക്കില്ല. അത് കാർത്തികയുടെ മിടുക്ക്. ആ, ഇടയ്ക്കൊരു കാര്യം മറന്നു. അവനില്ലേ ഹരിപ്രസാദ്? നന്ദനെ ഉദയനൂരെത്തിക്കാൻ സേതുലക്ഷ്മിയെ പ്രേരിപ്പിച്ചത് ഈ ഹരിപ്രസാദായിരുന്നു. അവരുടെ അനുരാഗത്തിന് സൈഡായിരുന്നു നാത്തൂൻ. കാർത്തിക്ക് വേറൊരു കാര്യം അറിയോ? പിന്നെയും അവൻ നന്ദനെ കാണാൻ വേണ്ടി ഉദയനൂര് വന്നു. സത്യമായിട്ടും? ഞാൻ പിന്നെ നുണ പറയൂ? ഒരു ദിവസം കോളിംഗ് ബെല്ല് കേട്ട് വാതിലോർന്ന് നോക്കിയപ്പോഴേ നെഞ്ചും വിരിച്ച് നിൽക്കുവായി ഹരിപ്രസാദ്. എന്നിട്ട് രഘുവേട്ടൻ വിടുവോ? ശരിക്ക് കൊടുത്തു. സൂക്ഷം പോലെ വല്യേട്ടനും പ്രതാപേട്ടനും അന്നേരം വീട്ടിലുണ്ടായിരുന്നു. അവരും പെരുമാറി. അപ്പതേ എന്റെ ഹരിയേട്ടനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ചാടി വീഴുന്നു നന്ദന. അവക്കും കിട്ടി കണക്കിന്. അതേതായാലും നന്നായി. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. അത്രയും ആണുങ്ങളുള്ള ഉദയനൂര് കേറി വരാൻ ധൈര്യം കാണിച്ചവനായി ഈ ഹരിപ്രസാദ്. ഇവിടെയും അവൻ അവതരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ല. അവനും അവൾക്കും എന്തോ കണക്കുകൂട്ടലുകളുണ്ട്. നന്ദന ഇനി അവന്റെ കൂടെ പുറപ്പെട്ടു പോകാനോ മറ്റോ ആണ് പരിപാടിയെങ്കിൽ അത് നടന്നാ മതിയായിരുന്നു. പക്ഷേ വെറും കൈയോടെ അവൾ പോകാൻ പാടുള്ളൂ. അല്ലാതുള്ള ഒരു കണക്കൂട്ടലും നടക്കില്ല. അങ്ങനെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ആ, ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടല്ലേ പ്രതിഭ പോകുന്നത്? പിന്നെ അല്ലാതെ എന്റെ രഘുവേട്ടൻ അറിയാതെ ദാ ഈ ചെറുവിരല് പോലും ചലിപ്പിക്കില്ല ഞാൻ. അതാണ് പ്രതിഭ. നന്ദനയുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് അറിഞ്ഞപ്പോ രഘുവേട്ടനും കൂടി വരണം എന്നുണ്ടായിരുന്നു. പക്ഷെ ബിസി ആയിപ്പോയി. എന്നാലും എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടു വിട്ടു. ഇപ്പൊ വിവരം അറിയാൻ വേണ്ടി കാത്തിരിക്കുമായിരിക്കും. പ്രതിഭ ഞാൻ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാം. പിന്നൊരു കാര്യം, ഞാനിവിടെ വന്നതും നമ്മൾ തമ്മിൽ കണ്ടതും വസുന്ധരാമായോ നന്ദനയോ അറിയാൻ പാടില്ല. അത് പിന്നെ പ്രത്യേകം പറയണോ? എന്റെയും കൂടെ ആവശ്യമല്ലേ? എന്നാ പോയാലോ? വാ. നന്ദനയുടെ ഈ ചുറ്റിക്കളി ഇനി അധികം തുടരാൻ അനുവദിക്കരുത്. നമ്മൾ വരയ്ക്കുന്ന ഈ കളത്തിൽ അവൾ ഒതുങ്ങണം. അത് തന്നെ പ്രതിഭ എന്റെ മനസ്സിൽ. വാ. ഇപ്പോഴാണോ സാരി അയൺ ചെയ്യുന്നത്? ഇന്നിപ്പോഴേ സമയം കിട്ടിയുള്ളൂ. രാത്രിയിൽ അയൺ ബോക്സ് വെറുതെ ഓൺ ചെയ്താലും ഒരുപാട് കറണ്ട് ആവും. കറണ്ട് ചാർജ് കൂടുന്നതിന് അമ്മ വഴക്ക് പറയുന്നത് എന്നെയായിരിക്കും. ഇന്ന് ഒരു ദിവസം ഈ സാരി അയൺ ചെയ്തെന്ന് വെച്ച് കറണ്ട് ചാർജ് കുതിച്ചു കയറാൻ പറ്റൂല. ഇനി അഥവാ 1-2 യൂണിറ്റ് കൂടിയെന്നിരിക്കട്ടെ, അതിന് പകരമായി ഓഫീസിൽ ഞാൻ ശരിക്കും കറണ്ട് ലാഭിക്കുന്നുണ്ട്. അങ്ങോട്ട് ചെന്നാൽ തിരിച്ചു പോരുന്നത് വരെ AC ഓണാക്കി ഇടാറില്ല. ആവശ്യത്തിനല്ലാതെ ലൈറ്റും ഇടാറില്ല. ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് കറണ്ട് വിഴുങ്ങുന്നെന്നാണോ നന്ദന പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല. അതെ, കുന്നത്തൂരെ സകല ബിസിനസിന്റെ ഹെഡ് ഓഫീസിലാ ഞാനും നന്ദനയും ജോലി ചെയ്യുന്നത്. കുന്നത്തൂർ ടെക്സ്റ്റൈൽസ്, കുന്നത്തൂർ ടൂറിസ്റ്റ് ഹോം, കുന്നത്തൂർ കൺസ്ട്രക്ഷൻ കമ്പനി. പറയുമ്പം വലിയ പൊങ്ങച്ചോ. ഏത് സമയത്താ ഓഫീസിലേക്ക് ഒരു വിസിറ്റർ കയറി വരുന്നതെന്ന് അറിയില്ല. ക്യാബിനിലേക്ക് കയറി വരുമ്പോ മാനേജിംഗ് പാർട്ണർ ഉഷ്ണിച്ച് വേർതിരിക്കുന്നത് കണ്ട കുറച്ചൊരു കമ്പനിക്കാ. ഇരിക്കുന്ന കസേരയുടെ പവറിനനുസരിച്ച് വേണം ഇരിക്കേണ്ടത്. അതിനാ AC വെച്ചിരിക്കുന്നത്. അത്തരം സാഹചര്യങ്ങൾ ജീവിച്ചു വന്നിട്ടുള്ളവർക്കേ അത് മനസ്സിലാവൂ. ഞാൻ താമസിച്ച വീട്ടിൽ സെൻട്രലൈസ്ഡ് AC ഒന്നും ഇല്ലായിരുന്നു കാർത്തികേച്ചി.
കോവിലകമായിരുന്നെങ്കിലും സാധാരണക്കാരെ പോലെയാ അവിടെയുള്ളവർ ജീവിച്ചിരുന്നത്. അതിന് ഉദിയന്നൂർ കോവിലകത്ത് നന്ദന എന്നാ വന്നത്? വന്നിട്ട് അവിടെ എത്ര നാൾ താമസിച്ചു? അതിനു മുമ്പ് മറ്റേതോ കുഗ്രാമത്തിലായിരുന്നില്ലേ? കുഗ്രാമമൊന്നും ആയിരുന്നില്ല, നല്ലൊരു നാട്ടുംപുറം. അച്ഛന്റെ സ്ഥലം. അതെവിടെയാ? മണക്കാടെന്ന് പറയും. തൊടുപുഴ ടൗണിൽ നിന്ന് കുറച്ചകലെയാ. മണക്കാട്. സ്ഥലപ്പേരിൽ തന്നെ ഉണ്ടൊരു കാട്. പക്ഷെ അവിടെയുള്ള ഒരു കാട്ടുമനുഷ്യരൊന്നും അല്ല. മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കുന്ന നല്ല മനസ്സുള്ള ആൾക്കാരാ. ശരി, അധികം വർണ്ണിക്കണ്ട. എനിക്കും അറിയാം നാട്ടിൻപുറത്തിന്റെ ഗുണമൊക്കെ. അത് പോട്ടെ, ഈ പറഞ്ഞ സ്ഥലത്ത് നന്ദനയ്ക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. കാർത്തികേച്ചിയുടെ ചോദ്യം കേട്ടാ തോന്നുമല്ലോ കൂട്ടുകാരാരുമില്ലാതെ ഒറ്റപ്പെട്ട ഞാൻ വളർന്നെന്ന്. ആ പ്രായത്തിലുള്ള ഏതൊരു കുട്ടിയെയും പോലെ എനിക്കും ഉണ്ടായിരുന്നു കൂട്ടുകാര്. കൂടെ പഠിച്ചവര്, അയൽപ്പക്കത്തുള്ളവര്, അങ്ങനെ എത്രയോ പേർ. പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ? എല്ലാവരും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട കളിക്കൂട്ടുകാരനാണോ ആ താടിക്കാരൻ? തീരെ ചെറിയ കുട്ടികളായിരുന്നില്ലേ ചേച്ചി? അന്ന് ആർക്കും താടി മീശൊന്നുമില്ലായിരുന്നു. അന്നത്തെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഓഫീസിൽ ഒരാൾ കാണാൻ വന്നില്ലേ, മുറിവും ബാൻഡേജും ഒക്കെ ഇട്ട്? അയാളുടെ കാര്യം. മുമ്പ് അങ്ങനെ ഒരാളെ പരിചയമില്ലെന്നായിരിക്കും പറയാൻ വരുന്നത്. അല്ല, പരിചയമുണ്ട്, നല്ല പരിചയമുണ്ട്. മണക്കാട്ടുകാരനാണോ അയാള്? അതെ. ഒരുമിച്ച് പഠിച്ചതാണോ? അല്ല. പിന്നെ? ഒരേ നാട്ടുകാരൻ എന്ന നിലയ്ക്ക് ആദ്യം പരിചയപ്പെട്ടത്. പിന്നെ അത് അടുപ്പമായി, ഇഷ്ടമായി. ഇഷ്ടമെന്ന് വെച്ചാ? ഇഷ്ടം തന്നെ. അതൊരു വലിയ ബന്ധമായി വളർന്നു. ഹരിയേട്ടൻ, അങ്ങനെയാ ഞാൻ വിളിച്ചിരുന്നത്. പേര് ഹരിപ്രസാദ് എന്നാ. എനിക്കെന്റെ എല്ലാമായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒടുവിൽ കല്യാണാലോചന വരെ എത്തി. ഒക്കെ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ പെട്ടെന്ന് ചില തടസ്സങ്ങളുണ്ടായി. ആ വിവാഹം നടന്നില്ല. ജോലി KCB-യിലാ. ഇപ്പോഴത്തെ ശമ്പള സ്കെയിൽ എത്രയാണെന്നൊന്നും അറിയില്ല. ഹരിയേട്ടൻ ഇവിടേക്ക് സ്ഥലം മാറി വന്നതേയുള്ളൂ. വിശദമായി സംസാരിച്ചൊന്നുമില്ല. ഇന്നലെ കാഷ്വലായി കണ്ടതാ. ഇനി എന്തെങ്കിലും വിവരങ്ങൾ അറിയണോ കാർത്തികേച്ചിക്ക്? പറയാനുണ്ട്, പക്ഷെ ഇപ്പൊ സമയമില്ല. സമയം പോലെ ഞാൻ പറഞ്ഞു തരാം. ദേ, എന്നെക്കുറിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താനായി ചേച്ചി ഗവേഷണമൊന്നും നടത്തണ്ട. ഡിറ്റക്റ്റീവിനെ വെക്കുകയും വേണ്ട. ഇങ്ങനെ എന്റെ അടുത്ത് വന്ന് വളഞ്ഞു ചുറ്റി സംസാരിക്കാൻ വേണ്ട. നേരിട്ട് വന്ന് ചോദിച്ചാ മതി. പറയാൻ ഞാൻ റെഡിയാ. അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷനേക്കാൾ കൃത്യമായ വിവരങ്ങൾ സത്യമായി ഞാൻ പറയാന്നേ. അല്ലെങ്കിൽ എന്നെപ്പറ്റി എനിക്കല്ലേ വ്യക്തമായി അറിയാവുന്നത്. കാർത്തികേച്ചിയെ പറ്റി ചേച്ചിക്കല്ലേ എല്ലാം അറിയാവുന്നത്. എന്നെ പറ്റിയോ? എന്തറിയാൻ? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. ചേച്ചി ഞെട്ടുന്ന എന്തിനാ? ഞാനങ്ങ് ഞെട്ടിയില്ല. ഞെട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ജീവിതത്തിൽ കുറച്ചൊക്കെ രഹസ്യങ്ങളില്ലാത്തത് ആരാ, അല്ലേ? എനിക്കൊരു രഹസ്യവും ഇല്ല. സമ്മതിച്ചു. വഴക്കൊന്നും വേണ്ട. ഇത് കൊണ്ടുവയ്ക്കട്ടെ. പ്ലാസ്റ്റർ ഇട്ടല്ലേ? ഇപ്പൊ വേദന ഉണ്ടോ ഹരി? വേദനയേക്കാൾ വല്ലാത്തൊരു വീർപ്പ് മുട്ടല. ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്. ഒരു തെരുവ് നായ ഒപ്പിച്ചു വെച്ച പണിയേ. ശരീരം അധികം അനക്കണ്ട ഹരി. ഇനി കുറച്ചു ദിവസം റെസ്റ്റ് വേണ്ടി വരുമല്ലോ. ലീവ് കിട്ടുമോ? ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങോട്ട് വന്നേലേ ഉള്ളൂ.
ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഓഫീസിലെ ജൂനിയർ ക്ലർക്ക് രാജീവാണ് ഇന്ന് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്നത്. രാജീവ് എയോട് സംസാരിച്ചോളും. ഞാൻ മറ്റൊന്ന് ആലോചിക്കുന്നത്, എന്തായാലും കുറേ ദിവസം ഓഫീസിൽ പോകാൻ പറ്റില്ല. നാട്ടിലേക്കൊന്ന് പോയാലോ എന്ന് ആലോചിക്കുക. ഈ കാലം വെച്ചോണ്ട് യാത്ര ചെയ്യാനോ? അതൊന്നും വേണ്ട ഹരി. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചാണെങ്കിൽ തീരെ വേണ്ട. അമ്മ ഹരിയുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിരിക്കുക. എന്താവശ്യമുണ്ടെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി, അമ്മ ഇങ്ങോട്ട് വന്നോളൂ. ഇനി അതല്ല, ഏതെങ്കിലും പയ്യന്മാരെ സഹായത്തിന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അതൊന്നും വേണ്ട സജീവ്. ഇന്നെനിക്ക് ഓഫീസിൽ പോകാതിരിക്കാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൂടെ വരാഞ്ഞത്. ഓഫീസിൽ വിശേഷം എന്തൊക്കെയുണ്ട്? ആസ് യൂഷ്വൽ. നന്ദനമ്മയുടെ അന്വേഷിച്ചു. ആക്സിഡന്റിന്റെ കാര്യം അറിഞ്ഞതല്ലേ, ഹരിക്ക് കുഴപ്പമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ക്യാഷ്ലായിട്ടെന്ന മട്ടിൽ താമസിക്കുന്ന എവിടെയാണെന്ന് അന്വേഷിച്ചു. മറ്റൊരു കാര്യം കൂടി ചോദിച്ചു. ഫ്രണ്ട്, അതായത് ഹരി എന്ത് പറയുന്നു ചോദിച്ചു. അതിനർത്ഥം മേഡത്തെപ്പറ്റി ഹരി എന്തെങ്കിലും എന്നോട് സൂചിപ്പിച്ചോ എന്ന് ഞാൻ മനസ്സിലാക്കി. നന്ദന മേഡത്തിന് അതറിയാൻ ആകാംക്ഷയുണ്ട്. സജീവ് എന്ത് പറഞ്ഞു? ഒന്നും അറിഞ്ഞതായി ഞാൻ ഭാവിച്ചില്ല, ഒന്നും വിട്ടു പറഞ്ഞതുമില്ല. നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന് അറിഞ്ഞതിന്റെ ഒരു ആശ്ചര്യം ഇപ്പോഴും എനിക്കുണ്ട് ഹരി. എന്റെ നാവിൽ നിന്ന് മറ്റാരും ഇതറിയില്ല കേട്ടോ. നന്ദനെ വീണ്ടും കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് എന്നെയും വിട്ടു പോകുന്നില്ല. അതാണ് സത്യം. എന്നാ ഞാൻ താഴോട്ട് ചെല്ലട്ടെ. ഒരു 8:30 കഞ്ഞി കൊണ്ട് വരാം. ആ, ഹലോ. ഹലോ കാർത്തികേ, ഞാനാ പ്രതിഭ. ഓഫീസിലാണോ അതോ വീട്ടിലാണോ? വീട്ടില്. സംസാരിക്കാലോ അല്ലേ? അതോ ഹൈക്കമാൻഡോ മറ്റോ അടുത്തുണ്ടോ? ഇല്ല, പറയ് പ്രതിഭേ. അവിടുത്തെ പുതിയ വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ ഉണ്ട്. കേക്കട്ടെ, പറയ. ഹരിപ്രസാദിന്റെ കാര്യം ഞാൻ നന്ദനയോട് ചോദിച്ചു. എന്തൊരു ധിക്കാരമാണെന്നോ. മുഖത്തടിച്ചതുപോലെ അവള് പറഞ്ഞു. ഹരിപ്രസാദുമായി പ്രേമമായിരുന്നുവെന്നും ഇപ്പോഴും ഇഷ്ടമാണെന്നും. ആണോ? കൂടുതൽ അറിയണമെങ്കിൽ ചോദിച്ചാ മതിയെന്ന് എന്നെ വെല്ലുവിളിച്ചു പ്രതിഭേ. ധൈര്യം നോക്കണേ, അപാരം തന്നെ. എന്നിട്ട് കാർത്തിക എന്ത് ചെയ്തു പറ. എന്ത് ചെയ്യാനാ? പ്രതിഭ പറ, എങ്ങനെ അവളെ കൈകാര്യം ചെയ്യേണ്ടത്? ഉദയേട്ടനോട് കാർത്തിക ഇക്കാര്യം പറഞ്ഞോ? പുള്ളിക്കാരനുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു അടുപ്പോ ബന്ധമൊന്നുമില്ല. അതൊക്കെ നോക്കണ്ടെന്നേ. അല്ലെങ്കിലും ഇങ്ങനെയൊക്കെയാ അടുപ്പം ബന്ധമൊക്കെ ഉണ്ടാവുന്നത്. മുഖത്ത് പോലും നോക്കാത്ത മനുഷ്യനോട് എങ്ങനെ എടുക്കാനാ? അങ്ങേര് എവിടെ വേണേ നോക്കട്ടെ. പൂച്ച സന്യാസിമാരെയാ സൂക്ഷിക്കേണ്ടത്. ദേ, കാർത്തിക ഒരു കാര്യം ഓർക്കണം. നന്ദനയായിട്ട് പന്ത് കാർത്തികയുടെ കളത്തിലേക്ക് ഇട്ടു തന്നിരിക്കുക. അവളുടെ മുഖം അടച്ചൊരു ഗോൾ അടിക്കാനുള്ള ചാൻസാ. ഹരിപ്രസാദ് നന്ദന ബന്ധത്തെ പറ്റി മാക്സിമം പൊലിപ്പിച്ച് ഉദയേട്ടനോട് പറയണം. വേണമെങ്കിൽ കുറെ കയ്യിന്ന് കിട്ടോന്നേ. എന്താ, പറ്റില്ലേ? അതൊക്കെ ഞാൻ ചെയ്യാം. കഴിഞ്ഞ ദിവസം പറയാൻ മറന്നുപോയ ഒരു സംഭവം കൂടിയുണ്ട്. അധികം പഴയതല്ലാത്ത ഇഷ്യൂവാ. അതെന്താ? ഈയിടെ ഉദയനൂര് വന്നപ്പോ ആ വഴി വിദ്യേച്ചി നന്ദനയും കൂടി പഴയ നാട്ടിൽ പോയിരുന്നു. മണക്കാട്ടോ? അതേന്നേ. അമ്മച്ചിക്ക് മരിച്ചുപോയ പഴയ ലൈനിന്റെ വീട് കാണണം. ഓ, അത് ശരി. അന്ന് നന്ദന ഹരിപ്രസാദിനെ കണ്ടു കാണുന്നത് തന്നെയാ എന്റെ ബലമായ വിശ്വാസം. അവളുടെ ആഗ്രഹപ്രകാരമാ അവൻ സ്ഥലമാറ്റം വാങ്ങിച്ചങ്ങ് വന്നിരിക്കുന്നത്. ആണോ പ്രതിഭേ? ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അങ്ങനെ പറഞ്ഞ് സ്ഥാപിക്കുന്നു. അല്ലെന്ന് നന്ദന വേണമെങ്കിൽ തെളിയിക്കട്ടെ. ഈ വിവരങ്ങളെല്ലാം കൂടെ ചേർത്ത് കാർത്തിക ഉദയേട്ടനുമായൊരു സംഭാഷണം നടത്തണം. എഫക്റ്റ് കൂട്ടാനായി കല്യാണ തലേന്ന് നന്ദനയുടെ ഒളിച്ചോട്ടവും പോലീസ് പിടിച്ചതുമൊക്കെ അങ്ങ് ആഡ് ചെയ്യ്. എന്താന്ന് വെച്ചാ പരിവം പോലെ പറഞ്ഞ് ഉദയേട്ടന്റെ മനസ്സിലൊരു കൊടുങ്കാറ്റുണ്ടാക്കണം. വീണ് കിട്ടിയ അവസരമാ, പാഴാക്കല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് എന്നെ വിളിച്ചാ മതി.
മനസ്സിൽ വലിയ കള്ളൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും ഐഡിയ തോന്നിയാ ഞാൻ പറഞ്ഞു തരാം. അപ്പോ ഞാൻ ഉദയേട്ടനോട് സംസാരിക്കണമെന്നാണോ? തീർച്ചയായും സംസാരിക്കണം. എന്നാ ശരി, ഞാൻ വിളിക്കാട്ടോ. ഉം. ചായ അവിടെ വച്ചേക്ക്. ചൂടാറുന്നതിന് മുമ്പ് കുടിക്കല്ലേ? അമ്മയില്ലേ താഴെ? അതെന്താ ഞാനൊരു കപ്പ് ചായ കൊണ്ടുതരുന്നത് ഉദയേട്ടന് കുറച്ചിലാണോ? അമ്മ പശുവിന് പുല്ലും വെള്ളമൊക്കെ കൊടുക്കുക. നന്ദന ഓഫീസിലെ കാര്യങ്ങളൊന്നും ഉദയേട്ടനോട് പറയാറില്ലേ?